അപ്പം അച്ഛൻ റിട്ടയറായി വന്നതിന് ശേഷം എന്നെ പോലെ എനിക്ക് മാജിക്കൊക്കെ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്യാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പക്ഷെ അച്ഛൻ റിട്ടയറായി വന്ന ഒരു 5 മാസം കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു അച്ഛൻ മരണം ഉണ്ടായത്. പിന്നെ എനിക്ക് ബ്ലാങ്കാണ്, എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ നേരി കണ്ടിട്ടുള്ള ഒരു മജീഷ്യൻ അച്ഛനാണ്, വേറെ ആരും എനിക്കറിയില്ല. Six ആയി. 7th പറഞ്ഞല്ലേ? ഏതായിരുന്നു സെലക്ട് ചെയ്ത കാർഡ്? ഡയമണ്ട് 5. 7th കാർഡ് അതല്ലേ? എടുത്തോളൂ. ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഇതിൻ്റെ ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കി എടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം പേടിയായിരുന്നു അങ്ങനെ ചിന്തിക്കാണ്ട്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചുറ്റുപാടുള്ള പല മജീഷ്യൻസും അവരതിനകത്ത് എനിക്കറിയാവുന്ന പല മജീഷ്യൻസും ഫുൾ ടൈമായിട്ട് എടുത്തിട്ടുള്ളവരില്ല. അഥവാ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു അതിലൊരു കരിയർ ഗ്രോത്ത് അധികം കണ്ടിട്ടില്ല. നിങ്ങൾ മാജിക് കാണുമ്പം അതെങ്ങനെയും പൊളിയണം എന്ന് പറഞ്ഞാണല്ലോ കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത്. 100 പേരിൽ ഒരു 80% ആൾക്കാർ അങ്ങനെയാണ്, ഇതെങ്ങനെയല്ല ഒന്ന് പൊളിഞ്ഞു കിട്ടുന്നുണ്ട്. ഒക്കെ 20% പോലും എനിക്ക് തോന്നുന്നില്ല അതിൽ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ ചുരുക്കമാണുള്ളത്. ഒരിക്കലും ഒരു ജർമ്മൻ എഴുത്തുകാരൻ ഇങ്ങനെ പറയുകയാണ്, മാജിക് ഈസ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മേക്ക് എനിത്തിങ് ഹാപ്പൻ. മാജിക് എന്നതൊരു വിശ്വാസമാണ്. കാണികൾക്ക് മുമ്പിൽ ഒരു വലിയ പ്രകടനം നടത്തുമ്പോൾ മാജിക് നമ്മളെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം. കാണികളെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് അവർക്കറിയാം ഇതിന് പിന്നിലൊരു ട്രിക്ക് ഉണ്ടെന്ന്. എന്നാൽ ആ ട്രിക്ക് അറിയാതെ 1-2 മണിക്കൂർ നേരം അവരെ പിടിച്ചിരുത്തുക ഒരു മജീഷ്യൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അത്തരത്തിലൊരു മജീഷ്യനാണ് ഇന്ന് സിൽവർ ടൈംസിനൊപ്പം ചേരുന്നത്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി അടുത്ത സുഹൃത്തു കൂടിയായ കൃഷ്ണകുമാറിനെ ഏറെ സ്നേഹത്തോടെ സിൽവർ ടൈംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഒരു മജീഷ്യനെ മുമ്പിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ബാല്യകാലത്ത് നിന്ന് തുടങ്ങാം. എങ്ങനെയായിരുന്നു മാജിക്കിലേക്കുള്ള ഒരു കടന്നുവരവ്? അച്ഛൻ അതിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കഥ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ കഥ? എൻ്റെ അച്ഛൻ പോലീസായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു ചെന്നൈയിൽ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഹോബിയായിരുന്നു മാജിക്. ചില സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു വൈഡ് ഓഡിയൻസിലേക്ക് അങ്ങനെ പോകുന്നതല്ല, അല്ലാതെ ചെറിയ ഓഡിയൻസിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു ആൾ. എനിക്ക് 9 വയസ്സുള്ള സമയത്തായിരുന്നു അച്ഛനെ പോലെ ഞാൻ പഠിച്ച സ്കൂളിൽ ആനിവേഴ്സറിയാണ്. അപ്പോൾ ആനിവേഴ്സറി ടൈമിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്കെന്നാ സ്കൂളിൽ മാജിക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പം എന്നെ കുഞ്ഞിലെ ചെറിയ ചെറിയ മാജിക്കൊക്കെ കാണിച്ചു തരാറുണ്ട് അച്ഛൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. എന്നെ അങ്ങനെ പഠിപ്പിച്ചാണ് ആൾ. കുറേ നാളുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഷോയ്ക്ക് വേണ്ടി കയറുന്നത് തന്നെ. അപ്പം അങ്ങനെ കയറി ആദ്യമായിട്ട് അത് പെർഫോം ചെയ്തപ്പം അത് പഠിപ്പിച്ച് തന്ന അതേപടിയാണ് ഞാൻ ചെയ്ത ആൾക്കാരിൽ നിന്നൊരു കയ്യടിയും അവരുടെ ഒരു അത്ഭുതമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു നമ്മളൊരു കിക്ക് ഉണ്ടാകുക എന്ന് പറയുന്നതിൽ അതുപോലൊരു കിക്ക് കിട്ടി തലയ്ക്ക്. പിന്നെ എനിക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം ഭയങ്കരമായിരുന്നു. പിന്നെ എന്തിലൊരു മാജിക്ക് കണ്ടെത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലായി മാറി. മാജിക്കിൻ്റെ പണ്ട് കാസറ്റ്സുകൾ കൊണ്ടുവരും മജീഷ്യൻസിൻ്റെയൊക്കെ, ഈ ഡേവിഡ് കോപ്പർഫീൽഡൊക്കെ മാജിക്കിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കാണുക, റിപ്പീറ്റായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ പണ്ടൊക്കെ ഈ മുതുകാടിൻ്റെയും സാംരാജ് സാറിൻ്റെയൊക്കെ ഇങ്ങനെ വീഡിയോസുകൾ നമ്മളെ ചാനലിലുണ്ടായിരുന്നു, അത് ഏഷ്യാനെറ്റിലൊക്കെ വരുമായിരുന്നില്ല. അപ്പോൾ അന്ന് ആ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുക, ഇതൊക്കെ ഭയങ്കര കൗതുകം മാറി. അങ്ങനെയാണ് ഈ ഒരു ആർട്ട് ഫോമിനോട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായി വന്നത്. അച്ഛൻ മാജിക്കിലേക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ചെറുപ്പകാലത്ത് നമ്മൾ ഡാൻസ് പഠിപ്പിക്കാൻ വിടും, പാട്ട് പഠിപ്പിക്കാൻ വിടും. ഇതൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ നിർത്തും, പഠനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വീട്ടുകാർ തന്നെ നമ്മളെ അതിനകത്ത് നിന്ന് പതുക്കെ മാറ്റി നിർത്തും. പക്ഷേ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ അത് ഇച്ചിരിയുടെ മാറ്റങ്ങളുണ്ടായി. പോകെ കൃഷ്ണകുമാർ മാജിക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി. കൃഷ്ണകുമാറിന് മാജിക് ഇല്ലാതെ പറ്റില്ല എന്നായി. എന്ന് തൊട്ടാണ് ഇത് എൻ്റെ ഒരു ഉപജീവന മാർഗമായി ഞാൻ തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഓക്കെ, അത് ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പെർഫോം ചെയ്യുന്ന ഷോസൊക്കെ ചെയ്യുന്ന സമയങ്ങളിലും ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഇതിൻ്റെ ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കി എടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം പേടിയായിരുന്നു അങ്ങനെ ചിന്തിക്കാണ്ട്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചുറ്റുപാടുള്ള പല മജീഷ്യൻസും അവരതിനകത്ത് എനിക്കറിയാവുന്ന പല മജീഷ്യൻസും ഫുൾ ടൈമായിട്ട് എടുത്തിട്ടുള്ളവരില്ല. അഥവാ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു അതിലൊരു കരിയർ ഗ്രോത്ത് അധികം കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തന്നെ പേടിയായിട്ടുണ്ട്. പിന്നെ ചുറ്റുമുള്ള പലരുടെ ഉപദേശത്തിലും അങ്ങനെ ആയിരുന്നു, ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കൊണ്ടുപോവുക, മെയിൻ നമ്മൾ ജോബ് തന്നെ പോവുക, അതാണ് നല്ലത് എന്ന രീതിയിലായിരുന്നു. അപ്പം ഞാനത് ബ്ലൈൻഡായിട്ട് അങ്ങ് വിശ്വസിച്ച ഒരാളാണ്. പിന്നീട് ചില അനുഭവങ്ങൾ അതിൽ മെയിനായിട്ട് എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് യാത്ര തന്നെയാണ്. ഞാനൊരു 4-4.5 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ജോബ് ഉണ്ടായിരുന്നു. ആ ജോബെല്ലാം കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്തിട്ട്
ഒരു 4.5 മാസം അറൗണ്ട് ഒരു 9 സ്റ്റേറ്റ് ഇന്ത്യയിൽ ₹1 പോലും ഇല്ലാതെ യാത്ര ചെയ്തു. അന്ന് എൻ്റെ ഏണിങ്സ് ശരിക്കും പറഞ്ഞാൽ മാജിക് ആയിരുന്നു. ഞാനിങ്ങനെ സ്ട്രീറ്റിൽ മാജിക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പോൾ ഈ യാത്ര വൺസ് അത്രയും കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അതുവരെ ഉണ്ടായിരുന്നൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, നമ്മളെ ചിന്തിച്ച് വെച്ചിരിക്കുന്നതിൽ ആ ഒരു സാധനം കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിപ്പോയി. അവിടെ നിന്ന് പിന്നെ ഒരു ചിന്ത ഉദിച്ചു എനിക്ക്. പിന്നീട് കുറച്ചുകൂടെ, അതായത് ഈ ഒരു നമുക്കൊരു വിശ്വാസം, എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി നമുക്കത് പറ്റുന്നതാണ്. കാരണം അതുവരെ നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അതുവരെ ഞാൻ കണ്ടിട്ടുള്ള 2 സക്സസ് ആയിട്ടുള്ള മജീഷ്യൻസ്, ഒന്ന് മുതുകാട്, ഒന്ന് സാംരാജ്, ഇവർ 2 പേരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഡേവിഡ് കോപ്പർഫീൽഡിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഡേവിഡ് ബ്ലെയിൻ, അതൊക്കെ പുറത്തുള്ളവരാണ്, വേറെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ എന്തോ ഉണ്ട്, അങ്ങനത്തെ ഒരു നമുക്കൊരു ചിന്ത വരുമല്ലോ. അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഇരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു യാത്രയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിപ്പോയി. അതിൽ നിന്ന് മാറി പതിയെ പിന്നെ ഞാൻ കുറച്ചൊന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എനിക്കിത് ഫുൾ ടൈം എടുക്കണം, ഒറ്റയടിക്ക് എനിക്കിത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഞാൻ പ്ലാൻ ചെയ്ത്, സ്റ്റാർട്ടിങ് എനിക്കൊരു ജോബ് ആവശ്യം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിട്ടു. പിന്നീട് ഞാൻ പിന്നെ വേറൊരു കരിയറിലേക്ക് വന്നു. അപ്പോൾ അതിന് നമ്മൾ കൂടുതലും പെർഫോം ചെയ്യുന്ന സ്റ്റാൻഡപ്പ് രീതിയിലാണ് പെർഫോം ചെയ്യാറുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻട്രാക്റ്റീവാണ് എൻ്റെ ഷോ വരുന്നത്. അപ്പോൾ ആ ഇൻട്രാക്ഷൻ നമ്മൾ കുറച്ചുകൂടെ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എന്തായാലും എനിക്ക് അതിൻ്റെ പാരലായിട്ടൊരു ജോബ്, എനിക്ക് നല്ലൊരു ജോബായിരിക്കണം, കൂടുതലും കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഞാൻ സെയിൽസ് ഫീൽഡ് തിരഞ്ഞെടുത്തു. അങ്ങനെ ആ ജോബിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. വർക്ക് ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് ഒന്ന് ഓക്കെ ആവുന്ന സമയത്ത് എനിക്ക് പതിയെ അതിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. ആ ഒരു പ്ലാനോട് കൂടിയാണ് പതിയെ ഞാൻ എൻ്റെ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്തത്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് ശരിക്കും എന്താണ് ശരിക്കും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് പെർഫോം ചെയ്യുന്ന ടൈമിൽ? ഇപ്പം നമ്മുടെ ഒരു എഫക്റ്റിൽ ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവാണ്, കുറച്ചുകൂടെ ചലഞ്ചിങ് ആയാലേ പറ്റുള്ളൂ. അത് കൂടുതലും ജനങ്ങൾക്ക്, കണ്ടിരിക്കുന്ന ഓഡിയൻസിന് ചലഞ്ചിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മാജിക് കാണുമ്പം അതെങ്ങനെയും പൊളിയണം എന്ന് പറഞ്ഞാണല്ലോ കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത്. 100 പേരിൽ ഒരു 80% ആൾക്കാർ അങ്ങനെയാണ്, ഇതെങ്ങനെയല്ല ഒന്ന് പൊളിഞ്ഞ് കിട്ടുമെന്നാണ്. ബാക്കി 20% പോലും എനിക്ക് തോന്നുന്നില്ല അതിൽ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ്, വളരെ ചുരുക്കമാണുള്ളത്. ശരിക്കും നമ്മളത് മനസ്സിലാക്കി തന്നെയാണ് ആ രീതിയിൽ എഫക്ട്സുകൾ, അതായത് ഫസ്റ്റ് ഒരു ആക്ട് പൊളിയുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ്, ഒരു ഫ്രെയിം വർക്ക് അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ അതെല്ലാം ഒരു പാർട്ട് ഓഫ് ദാറ്റ് ഷോ ആണ്, അല്ലെ, ഒരു എഫക്റ്റാണ്. ആ ഒരു രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് അപ്പോൾ ഓഡിയൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഇത് പൊളിഞ്ഞു എന്ന രീതിയിൽ. പിന്നെ അവിടുന്ന് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലേക്ക് പോകുമ്പോൾ, അല്ലെ അതിൻ്റെ ഒരു ട്രിക്കിലേക്ക്, അല്ലെ ഒരു മാജിക്കിലേക്ക് പോകുമ്പം അത് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അവിടെ ഉണ്ടാകുന്നൊരു ഞെട്ടൽ ഭയങ്കരമാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. സ്റ്റിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്, ഇവിടെ സംതിങ് ഉണ്ട്, എന്തെങ്കിലും ട്രിക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു സാധനം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെങ്ങനെ ഈ ഒരു സാധനം മാജിക്ക് പൊളിഞ്ഞായിരുന്നല്ലോ. പിന്നെ പൊളിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്റ്റേജ് കൈവിട്ട് പോയി തുടങ്ങി, മാജിക്ക് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് കൈവിട്ട് പോയി തുടങ്ങി. പിന്നെ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ശരിക്കും എനിക്ക് ഒറ്റ തവണ എൻ്റെ കൈവിട്ട് പോയിട്ടുള്ളു, ഒരേ ഒരു തവണ. അത് ഞാനൊന്ന് പറയാം. ഞാൻ +1 പഠിച്ച സമയത്തായിരുന്നു. അപ്പം ഞാനിതിലേക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇതിലേക്കൊന്ന് ഇറങ്ങിയത്. അപ്പം അച്ഛൻ റിട്ടയറായി വന്നതിന് ശേഷം എന്നെ പോലെ എനിക്ക് മാജിക്കൊക്കെ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്യാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പക്ഷെ അച്ഛൻ റിട്ടയറായി വന്ന ഒരു 5 മാസം കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു അച്ഛന് മരണം ഉണ്ടായത്. പിന്നെ എനിക്ക് ബ്ലാങ്കാണ്, എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ നേരി കണ്ടിട്ടുള്ള ഒരു മജീഷ്യൻ അച്ഛനാണ്, വേറെ ആരും എനിക്കറിയില്ല. അപ്പം കണ്ടിന്യൂ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സോഴ്സ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നിരുന്നു. പിന്നെ പതിയെ നമ്മുടെ ഒരു സുഹൃത്ത് മജീഷ്യനുമാണ്, അനൂപ് എന്ന് പറയുന്ന ഒരാൾ, ആളുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ പിന്നെ ഒരു അരമണിക്കൂർ ഒറ്റയ്ക്കൊരു പെർഫോം ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അതിനു മുമ്പ് വരെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു സ്റ്റേജിൽ സപ്പോർട്ടറായിട്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ കുറച്ച് സ്റ്റേജുകളിൽ പെർഫോം ചെയ്ത് വന്ന് നമ്മുടെ എടത്വ അവിടെ തന്നെയുള്ള ഒരു ഓണപ്പരിപാടിയാണ്. അപ്പോൾ അന്നൊരു സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തു. ഈ പ്രോഗ്രാം ശരിക്കും വമ്പം പരാജയമായിരുന്നു. വമ്പം പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ എഫക്ട്സുകളും എനിക്കിങ്ങനെ മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് തുടക്കകാലമാണ്. ആദ്യത്തെ 1-2 എണ്ണം പാളിയപ്പോൾ തന്നെ നമ്മളുള്ള കോൺഫിഡൻസ് പോവാണ്, ശരിക്കും പറഞ്ഞു പോവും. അടുത്തയിലോട്ട് വരുന്നു, അവിടെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഇതിലറിയില്ല, കൈയടക്കം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആ കൈയടക്കം പ്രോപ്പർ ആകാതെ വരും. കാരണം നമ്മൾ ആ അത്രത്തോളം ഫോക്കസ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെയുള്ള ബുദ്ധിമുട്ടുണ്ടായി. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല, പേടിയും ടെൻഷനും കാരണം ഈ തൊണ്ട ഉണങ്ങി, മൈക്ക് എടുത്തിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി ഒരു 15 മിനിറ്റ് ഞാൻ ഒതുക്കി പെട്ടെന്ന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് നിർത്തി. ആ സ്റ്റേജിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. ആ സ്റ്റേജിൽ ഇരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു.
എന്നിട്ട് കിട്ടുന്ന എല്ലായിടത്തും പാക്ക് ചെയ്തു. അന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പ്രശാന്ത് എന്ന് പറയുന്നത്, എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൻ പോട്ടിടാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാനിതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബാഗ് എടുത്ത് ഒറ്റ എയറായിരുന്നു എറിഞ്ഞത് ഭിത്തികെട്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മാജിക് ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നൊരു തീരുമാനം എടുത്തേ. കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു. എന്നെക്കൊണ്ട് എനിക്കിതിന് കഴിയത്തില്ല, എനിക്കുള്ള കഴിവില്ല, എനിക്കിത് പറ്റത്തില്ല എന്നൊരു തീരുമാനം എടുത്ത് പോയതാണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫെയില്യുവർ എന്ന് പറയുന്നൊരു സാധനം എനിക്ക് അന്നാണ് ഉണ്ടായത് ശരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നോട്ടീസിലൊക്കെ പേരുണ്ടതാണ്, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു വാശിയിലിരുന്നു. അന്ന് എൻ്റെ ചേട്ടൻ എനിക്കിന്നൊരു മോട്ടിവേഷനാണ്. ചേട്ടൻ എന്നോട് കൂടെ ഇരുന്നു. ചേട്ടൻ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം എനിക്ക് ചേട്ടൻ്റെ വാക്കുകളാണ്. പിറ്റേ ദിവസം പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള വാശിപ്പുറത്തായിരുന്നു. പിറ്റേ ദിവസം ഒന്നും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അങ്ങനെ ഇരുന്നു. വൈകിട്ട് ഒരു 8 മണിക്ക് പരിപാടിയുള്ളതാണ്. വൈകിട്ടൊരു 4 മണി വരെ ഞാൻ വെറുതെ കട്ടിൽ തന്നെ ഇങ്ങനെ കിടപ്പായിരുന്നു. ഒരു 4, 4:30, 5 മണിയൊക്കെ ആയ സമയത്ത് എന്തോ ഇങ്ങനെ ഒരു പ്രസൻസ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അച്ഛൻ്റെ പ്രസൻസ് ആണ്. അവിടെ ഇരുന്ന മാജിക്കിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാനിങ്ങനെ പതിയെ ഒന്ന് പ്രിപ്പയർ ചെയ്തു. ഒന്നും പ്രാക്ടീസ് ഇല്ല, പ്രിപ്പയർ ചെയ്തു. എന്തായാലും അങ്ങ് ചെയ്തേക്കാം എന്ന രീതിയിൽ പോയി അവിടെ പോയി പെർഫോം ചെയ്യാൻ പോയി. പക്ഷേ ഞാൻ ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും സ്റ്റേജുകൾ പെർഫോം ചെയ്തിട്ടും എൻ്റെ ഏറ്റവും നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജായിരുന്നു. കാരണം എനിക്കറിയാൻ പാടില്ല എനിക്ക് എവിടെ നിന്നാണ് അത്ര എനർജി കിട്ടിയെന്ന് അറിയത്തില്ല. അന്നൊരു ഇച്ചിരിയുള്ളൊരു പയ്യനായിരുന്നു ഞാൻ. അത്ര കാണികളെല്ലാവരെയും അവരെ മുൾമുനെ നിർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കൗണ്ടർ പറയുകയാണെങ്കിൽ അവരെന്തെങ്കിലും കമൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചൊരു കൗണ്ടർ പറയുന്നത് തമാശ രീതിയിൽ, അത്ര രീതിയിലായിട്ട് ഒരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു പിന്നീട് ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് റിയലൈസേഷൻ ഉണ്ടായി. പിന്നീട് ഇത്രയും സ്റ്റേജുകളിലൊക്കെ ഇടയ്ക്കൊക്കെ ഫെയിലിയർ ആകാറുണ്ട്. പക്ഷെ നമുക്കത് പ്ലാൻ എയും പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി ഒക്കെ ഉണ്ട്. അത് ഫെയിലിയർ ആകുന്നതായിട്ട് ഓഡിയൻസിന് മനസ്സിലാകത്തില്ല. മേ ബി നമുക്കത് തെറ്റിയേക്കാം. നമ്മളത് അതായത് പൂച്ചയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയത്തില്ല, ഇവിടെ വീണാലും 4 കാലം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയതാണ്. അത് എത്താൻ മെയിൻ കാരണം അന്നത്തെ ആ ഒരു പരാജയം തന്നെയാണ്. ഒരു മജീഷ്യനെ കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരം മാത്രമായ ബോറായില്ലേ? ഒരു ട്രിക്കിലേക്ക് കിടക്കാം. ഓക്കെ, കാർഡ്സ് അറിയാമല്ലോ, കാർഡ്സ് ഫെമിലിയർ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ 54 പറഞ്ഞില്ല, 1 to 54 ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, മനസ്സിലുണ്ട് ഒരു നമ്പർ അല്ലേ? ഫൈൻ, ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഈ 54 കാർഡ്സിൽ ജോക്കർ എടുത്ത് മാറ്റിയേക്കുക, ബാക്കി 52 കാർഡ്സ് കിടക്കട്ടെ. ഓക്കെ. ഇതിൽ 2 കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത്? റെഡും ബ്ലാക്കും. അതിലൊരു കളർ ചൂസ് ചെയ്യുക. പറഞ്ഞോളൂ. റെഡ് യൂസ് ചെയ്തല്ലേ? റെഡ് ചൂസ് ചെയ്യുമ്പോൾ റെഡിൽ 2 സ്യൂട്ട് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഹേർട്ട് ഉണ്ട്, 2 സ്യൂട്ട് ഉണ്ട്. ഫ്രീ ചോയ്സ് ആണ്. അതിൽ ഒരു സ്യൂട്ട് സെലക്ട് ചെയ്യുക. ഏതാണ്? ഡയമണ്ട് സെലക്ട് ചെയ്തല്ലേ? ഡയമണ്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ 13 കാർഡ്സുകളുണ്ട്. 4 കാർഡ്സുകൾ പിക്ചർ കാർഡാണ്, AK, QJ. ബാക്കി കാർഡ്സ് എല്ലാം നമ്പർ കാർഡ്സ് ആണ്. 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? പിക്ചർ ഓർ നമ്പർ ഏതാ സെലക്ട് ചെയ്യുന്നത്? നമ്പർ. ഓക്കെ, ശരി. നമ്പർ നോക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10 അത്രയും കാർഡ്സുകളുണ്ട്. അതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. പറഞ്ഞോളൂ. ഡയമണ്ട് 5. ഓക്കെ, ഡയമണ്ട് 5 റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതാണ്. എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ളതാണോ? അല്ല, റെഡ് എന്തെങ്കിലും ഫേവറേറ്റ് കളറോ അങ്ങനെ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ. ആദ്യം ഞാനൊരു നമ്പർ സെലക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഏതായിരുന്നു സെലക്ട് ചെയ്ത നമ്പർ? 7. ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്, എനിക്കറിയില്ല, ഇതൊരു കംപ്ലീറ്റ്ലി ഷഫിൾഡ് കാർഡാണ്. എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് 7th പൊസിഷനിലിരിക്കുന്ന കാർഡ് നിങ്ങൾ പറഞ്ഞ കാർഡായിരിക്കും. എനിക്കറിയില്ല, നോക്കിക്കോളുക. ഫുൾ എടുത്തോളൂ, ഫുൾ ഡെക്ക് എടുക്കുക. ഓരോ കാർഡ്സുകൾ കൗണ്ട് ചെയ്ത് വെച്ച് നമ്മൾ ഫേസ് അപ്പ് ആക്കി തന്നെ വെച്ചോളൂ. 1 ഇതല്ലല്ലോ, അല്ല. 2, 3, 4, 5, 6. വെയിറ്റ് 6 ആയി. 7th പറഞ്ഞല്ലേ? ഏതായിരുന്നു സെലക്ട് ചെയ്ത കാർഡ്? ഡയമണ്ട് 5. 7th കാർഡ് അതല്ലേ? എടുത്തോളൂ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ പണി പോകുന്നത് അതെങ്ങനെയാന്നുള്ളതാണ് പലരുടെയും ചോദ്യമില്ല. ഇതാണ് മജീഷ്യൻസ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇതെങ്ങനെ, അതിൻ്റെ ഒരു പ്രത്യേക ത്രില്ലാണ് അതിൽ കേൾക്കാൻ തന്നെ. പക്ഷെ അതെങ്ങനെയാണെന്ന് പറയത്തില്ല, അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഒരു യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഈ 1 രൂപ പോലും ഇല്ലാതെ യാത്ര. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. പലരും പല രീതിയിലാണ് പോവുക. സൈക്കിളിൽ പോകുന്നവരുണ്ട്. കൃഷ്ണകുമാറിൻ്റെ യാത്ര തുടങ്ങുന്നത് നടന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു കാണുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുക, ഏതെങ്കിലുമൊക്കെ വണ്ടി നിർത്തും, ചിലർ നിർത്തത്തില്ല. അപ്പോൾ ഇങ്ങനെ എത്തി അവസാനം അത് കാശ്മീരിലെത്തി എന്ന് തോന്നുന്നു അല്ലേ? കാശ്മീർ. ഓക്കെ. അപ്പം ഈ യാത്ര ശരിക്കും 1 രൂപ പോലും ഇല്ലാതെ തുടങ്ങാൻ എങ്ങനെയാണ്? ഇതൊരു
തോട്ട് എങ്ങനെയാണ് വന്നത്? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യുമായിരുന്നു. ചെറുപ്പം മുതൽ യാത്ര ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാനൊരു 10th +1 മുതൽ മാജിക്കൊക്കെ ചെയ്യും, നമുക്കൊരു ഇൻകം കിട്ടുമല്ലോ. അപ്പോൾ ഇൻകത്തിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ക്രിസ്മസ് അവധി, ഓണത്തിൻ്റെ അവധി, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചെറിയ യാത്രകൾ ചെയ്യാറുണ്ട് അടുത്തടുത്ത് എവിടെയെങ്കിലുമൊക്കെ. പിന്നെ നമ്മൾ ഈ കല്യാണത്തിന് ദൂരത്ത് കല്യാണം നടക്കുമല്ലോ, വേറെ ദൂര ജില്ലകളിലെ കല്യാണം നടക്കത്തില്ലേ. അപ്പോൾ ഇതിന് ഇവരുടെ കൂടെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അവരതിനകത്ത് ബസ്സിലിരുന്ന് സിനിമകളൊക്കെ കാണും, എയർ ബസ് ഇരുന്ന്. ഞാൻ പക്ഷേ ഇങ്ങനെ പുറത്തോട്ടും തലയിട്ടിരിക്കുക, അല്ലെ കല്യാണത്തിന് അവിടെ ചെന്ന് ഞാൻ കല്യാണം കൂടത്തില്ല, അവിടുന്ന് ചുമ്മാ അങ്ങോട്ടും നടക്കാൻ പോകുക. ഇതൊക്കെ എൻ്റെ പരിപാടി, എൻ്റെ ഒരു ഹോബി അതാണ്. ഇങ്ങനെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാണ്ടൊക്കെ. അപ്പം അതൊരു ഹരമാണ്, മാറിയതാണ്. പിന്നീട് ഈ കോളേജ് പഠിച്ച സമയത്ത് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു കേട്ടോ. പലപ്പോഴും ക്ലാസ്സിൽ കയറത്തില്ല, സീരിയസ്ലി. കാരണം ഹോസ്റ്റലിൽ നിന്ന് നമുക്കറിയില്ല, നമ്മുടെ ഹോസ്റ്റൽ തൊട്ട് കോളേജ്, നമ്മുടെ ക്ലാസ് വരെ അറൗണ്ട് ഒരു 150 മീറ്ററേ ഉള്ളൂ. ഈ 150 മീറ്റർ ഞാൻ രാവിലെ ഒരുങ്ങി നടന്നങ്ങോട്ട് വരുമ്പം ഒരു 70 മീറ്റർ ആയി കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ വരുവാണ്, നമുക്ക് കൊല്ലത്തോട്ട് പോയാലോ. അപ്പോൾ തന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇതായിരുന്നു എൻ്റെ പരിപാടി. പൊതുവെ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഒത്തിരി യാത്രകൾ ചെയ്യാമായിരുന്നു പിന്നീട്. അപ്പം ഇതിങ്ങനെ ചെയ്ത സമയങ്ങളിൽ എനിക്കിങ്ങനെ ഓൾ ഇന്ത്യ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, പൈസ ഇല്ലാതെ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഒരു കൺസെപ്റ്റ് വരാൻ കാര്യം 1000 Days of Spring എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ അത് ടോം സ്ലേ പെർക്കോ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആള് ശരിക്കും ഒരു 4 വർഷമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തതാണ്, പൈസ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അറൗണ്ട് ഇത്ര 40ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ്. അപ്പം എനിക്ക് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്, ടെഡക്സ് ടോക്ക് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം കൂടി, കുറച്ചുകൂടെ നമുക്കും പറ്റും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതായത് ഇങ്ങനെ ഓരോടത്ത് പോകുന്നു, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇതെൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് പറ്റും. അപ്പം എന്താണ് മാർഗം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പോകാമെന്നുള്ള രീതിയിലായി. രണ്ടാമത്തെ കാര്യം, ഞാൻ 8th പഠിച്ച സമയത്ത് എൻ്റെ അച്ഛന് ശ്രീനഗറായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അച്ഛൻ ശ്രീനഗർ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി വന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് ഒരു പെട്ടി ആപ്പിൾ നമ്മുടെ വീട്ടിലേക്ക് അയച്ചു. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ പെട്ടി ആപ്പിളൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ അവിടെ നിന്ന് അയച്ചു തന്നെയാന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുമല്ലോ, അച്ഛൻ അവിടെ നിന്ന് കാശ്മീരിൽ നിന്ന് മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ച് ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് അയച്ചു എന്ന ചെറുപ്പകാലത്തിനൊരു ഇമാജിനേഷൻ ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നാൽ ആപ്പിൾ കഴിച്ചപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക രുചി എനിക്ക് തോന്നി. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നോക്കി, ഒരു ദിവസം ഞാൻ കാശ്മീർ പോയിട്ട് അവിടെ നിന്ന് മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. ഇതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പിന്നീട് ഈ കാശ്മീർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം നമ്മൾ TV യിലൊക്കെ കാണുവാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷ്വൽ കണ്ടു കഴിയുമ്പം എൻ്റെ ഈ ഒരു സാധനം ഓട്ടോമാറ്റിക്കലി കയറി, എനിക്കൊരു ദിവസം പോകണം എന്നൊരു ഇത് വരും. അത് ഞാൻ എന്തെങ്കിലും ചുമ്മാ അല്ലാത്തൊരു ദിവസം കാശ്മീർ പോവാം, ആപ്പിൾ പറിച്ച് കഴിക്കാമെന്നായിരുന്നു. പക്ഷേ ഇതും ഇപ്പം ഈ പറഞ്ഞ ചിന്തയുണ്ടല്ലോ, കുറേ ഇന്ത്യയിൽ ഒരുപാട് യാത്ര ചെയ്യണം എന്നുള്ള ചിന്ത, ഇത് രണ്ടും കൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഒരു തോട്ട് വന്നതാണ്. ആ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ യാത്ര ചെയ്താലോ. അപ്പം പിന്നെ പൈസ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. വിചാരിച്ച് കുറച്ചുകൂടെ നമുക്കൊരു ചലഞ്ചിങ് ആകണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഞാൻ ആലോചിച്ച് മാജിക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്ന് കരുതി. അപ്പം നമുക്ക് നോക്കാം, ഒന്ന് സ്ട്രീറ്റിൽ മാജിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻകം കിട്ടുമായിരിക്കാം എന്ന രീതിയിൽ. അങ്ങനെ യാത്ര ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് അമ്മ എനിക്കൊരു 100 രൂപ തന്നു. ഈ 100 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് പൈസ കൊടുത്തു. അതൊരിക്കലും ഞാൻ ചിലവാക്കിയില്ല കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ കാരണം ചിലവാക്കണം എന്നൊരു 100 രൂപയേ ഉള്ളൂ. പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഞാൻ കൊടുത്തു. അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്നും എൻ്റെ പൈസകൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഞാൻ നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ ഫോണിൽ, മറ്റ് പേയ്മെൻറ്റ് ആപ്പുകൾ കാര്യങ്ങളെല്ലാം കളഞ്ഞു. മറ്റൊന്നുമില്ല. ആകെയുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചൊരു 100 രൂപ മാത്രം അതൊരു ഡയറിയിൽ വെച്ചു. വേറെ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ഇറങ്ങി കുറച്ച് മാജിക്കിൻ്റെ സാധനങ്ങൾ സ്ട്രീറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ പോയ വഴിക്ക് വേറെ പല ജോലികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കാശ്മീരൊക്കെ പോയിട്ട് അവിടുത്തെ മില്ലിലൊക്കെ പണി ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്യും. അവരെന്തെങ്കിലും തരുവാണെങ്കിൽ തരും, ചിലപ്പോൾ കിടക്കാൻ സൗകര്യം തരും, ഭക്ഷണം തരും. അങ്ങനെ മുന്നോട്ട് പോകാമെന്നായിരുന്നു. അങ്ങനെയാണ് യാത്ര ചെയ്തത്. ഈ ഓഡിയൻസിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പം ഈ യാത്രയുടെ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചാൽ, നമ്മൾ കേരളത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്, അവിടെ ചെന്നാണ് അത് അവസാനിക്കുന്നത്. ഇപ്പം ഈ മറ്റു പല സംസ്ഥാനങ്ങളിലെയും മാജിക്ക് ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് ആയിട്ട് വരുന്ന ആളുകൾ ആയിട്ട് കേരളത്തിലെ ഓഡിയൻസുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ എന്താ ശരിക്കും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കാശ്മീരിലൊരു കാര്യം പറയട്ടെ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെന്തോ ഒരു മനുഷ്യനായിട്ടാണ് അവർ കരുതിയത്. അത് ഒരു ജിന്നായിട്ട്. സത്യമായിട്ട്. അവിടെ ഒന്നത്തെ കാര്യം മജീഷ്യൻസ് ഇല്ല.
അവിടെ നമ്മൾ മാജിക് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. നമ്മൾ ഇവിടെ ചെയ്യുമ്പം അതുകൊണ്ട് അവൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, ഇവിടുന്ന് എടുക്കുന്നുണ്ടോ, അതാ ഇതാന്നൊക്കെ ഇങ്ങനത്തെ ഒരു കമൻസുകൾ വരും. അവിടെ അതല്ല, അവർ ഞെട്ടിക്കോരി തിരിച്ചിരിക്കുക. അവർക്ക് നമ്മളെന്തോ ഒരു വേറെന്തോ ഒരു പവറുള്ള ഒരു ചിന്തയാണ് അവർക്ക് വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയും. ഞാൻ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് താമസ സമയത്ത് അവിടെ ഒരു കശ്മീരീസിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടുത്തെ ഒരു പയ്യനുണ്ട്, 3 കുട്ടികളാണ്, 2 പെൺകുട്ടി 1 ചെക്കനുണ്ട്. അപ്പോൾ ഇവരവിടെ ഓടി കളിക്കുക. എന്നിട്ട് ഞാനിവിടെ മാജിക്കൊക്കെ കാണിക്കുന്നു, ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ. അപ്പം ഈ പയ്യന് അവൻ അവിടെ അടിച്ചു തള്ളി വീണു. വീണ്ടും അവൻ്റെ കൈയെല്ലാം ഭയങ്കരമായിട്ട് പൊട്ടി. ഇവൻ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഭയ്യ എനിക്ക് ഇതൊന്നും മാറ്റിത്തരാമോ, മാജിക്കിലൂടെ മാറ്റിത്തരാമെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനൊരു ഇതായിട്ടങ്ങ് നിൽക്കും, ആകെ കൺഫ്യൂസ് ആയി. ഇതെന്നെ ഇങ്ങനെ പറയുന്ന പിള്ളേരൊക്കെ എന്ന രീതിയിലായി. അപ്പം ഇത് ഓൾറെഡി പറഞ്ഞതിൻ്റെ കാര്യം, ഈ കുട്ടി ആദ്യം ഇവരുടെ അമ്മയുടെ അടുത്ത് പോയി. ഇവരുടെ അമ്മ പറഞ്ഞു, എന്നോട് പറ, ഞാൻ മാറ്റിത്തരും, മജീഷ്യൻ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം കുട്ടിയുടെ ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി വലിയൊരു പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, അത് അങ്ങനെ ചിന്തിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി, ഇവരെന്താ ഇങ്ങനെ ചിന്തിച്ചതെന്ന്. പിന്നെ ഞാൻ അവരോട് ഇങ്ങനെ പറയും, ഇതൊക്കെ ഇതിൻ്റെ ട്രിക്സാണ്, നമ്മൾ പറയും കൈ സ്പീഡാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞേ കൊടുത്തരാം. കാരണം അവർക്കൊരു തെറ്റിദ്ധാരണ വരേണ്ട രീതിയിൽ. പിന്നെ നമ്മൾ യാത്രയുടെ ടൈമിൽ ഒരുപാട് എന്താ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പെർഫോമൻസ് കണ്ടവരൊക്കെ അവർക്ക് നല്ല പ്രോത്സാഹനമാണ്, അവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടെ ഒരു ആസ്വാദനം നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആസ്വാദനം നന്നായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. മരിച്ചുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള ആക്ടുകളൊക്കെ ചെയ്യുന്ന സംഭവം നമ്മൾ പറഞ്ഞു, ഹിപ്നോസിസ്. അപ്പം ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ്, അതായത് ഇത് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും ഉണ്ടല്ലോ, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. കഴിഞ്ഞ ദിവസം കുറച്ച് നാളെ ഒരു സുഹൃത്ത് ഒരാളെന്നെ വിളിച്ചിട്ട് എന്നെ പോലെ വേറൊരു കാര്യത്തിനുണ്ട്, ഒരു പ്രോഗ്രാം റിലേറ്റഡുള്ള കാര്യത്തിന് വിളിച്ചതാണ്. ഞങ്ങൾ പിന്നെ ഇച്ചിരി നേരം സംസാരിച്ച് അതിനകത്ത് എന്നോട് ഇന്ന പോലെ ചോദിച്ചതാണ്. പുള്ളിയുടെ അനിയൻ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചായിരുന്നു. അപ്പം അതായത് വണ്ടി കയറി പോവായിരുന്നു, അത്ര വൃത്തിയായിട്ടൊന്നും കിട്ടത്തുപോലില്ല, കാണാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു മുഖം. അപ്പം പിന്നീട് അവരുടെ അമ്മ അച്ഛനും ഒക്കെ ഭയങ്കരമായിട്ട് വിഷമം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇതേപോലെ ഇങ്ങനെ മരിച്ചുപോയവരെ കാണിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവരിത് കണ്ടിട്ട് ഇവന് അതായത് എന്നെ വിളിച്ചെന്നെ സുഹൃത്തെന്ന് പറഞ്ഞില്ലേ, ആൾക്ക് എന്നെ മാത്രമേ അറിയുള്ളൂ, ഒരു പെർഫോമറായിട്ട് എന്നെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ആളോട് ഇന്നെ പോലെ, ചേട്ടാ നിൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടോ, എനിക്കിതുപോലെ ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അവർ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവർ അമ്മ എല്ലാ ദിവസവും ഇങ്ങനെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ ടോക്കിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്നോട് ഈ സുഹൃത്ത്, ഞാൻ പറഞ്ഞു എൻ്റെ ഈ കൂട്ടുകാരൻ എന്നോട് ഇന്ന പോലെ ഈ കാര്യം പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് അത് വലിയൊരു ട്രോമയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായോ? 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പം കുറച്ച് ഒരു ഫണ്ണി ആയിട്ട് ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ ഇപ്പം ധോണിയെ കാണുന്നു, സച്ചിൻ ടെണ്ടുൽക്കറെ കാണുന്നു, അതൊരു ഫണ്ണാണ്, ഒരു രസകരമായിട്ടുള്ള. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു സങ്കടം ഭയങ്കരമായിരിക്കും അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കുണ്ടാകുന്നത്. പതിയെ നമ്മൾ സ്ലോലി നമ്മൾ മാറും, പതിയെ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരും. എന്നിരുന്നാൽ പോലും ആ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വേർപാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖകരമാണ്. അത് അത്ര സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് കൂടുതൽ അതുണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത്, മീൻസ് നമ്മുടെ ആ ഒരു ഹിപ്നോസിസിലൂടെ ആ ഒരു ഇത് കാണിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ചിന്തയ്ക്കകത്തൊക്കെ ഇത് വരാൻ സാധ്യത വരും. മനസ്സിലായോ? അതൊരു ട്രോമയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അതിന് പോസിറ്റീവ് വശം കൊണ്ടില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നെഗറ്റീവ് ഷെയ്ഡ്സാണ് കൂടുതൽ തന്നെ ഉള്ളത്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് എല്ലാവരിലും വർക്കാകുന്ന ഒരു കാര്യമല്ല. എല്ലാവരുടെയും ഒരു ധാരണയാണ് ഇതിങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ഇങ്ങനെ ആളിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട്. അങ്ങനെയല്ല. ശരിക്കും ഇതൊരു ബ്രെയിനിനെ ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ടായി വരുവാണ്. അതിന് ഒരുപാട് ടൈം എടുക്കും. നമ്മൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലെ കാണുന്ന 1 മിനിറ്റ് അല്ല, അതിന് പിന്നിൽ ഒരുപാട് ടൈമുണ്ട്. ഒറ്റ മിനിറ്റിലല്ല അത് ചെയ്യുന്നത്. ഒരു ടൈമിൽ ഇങ്ങനെ പതിയെ അവരെ അവർക്ക് ഒരുപാട് കമാൻഡുകൾ കൊടുത്ത് സജഷൻസ് കൊടുത്താണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. 2, ഇതൊരു ഫണ്ണാക്കി എടുത്താൽ എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതല്ലാതെ ഈ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. പിന്നെ ഉണ്ട് കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ ചുറ്റും പാമ്പിനെ കാണുന്നു, പുലിയെ കാണുന്നു എന്നൊക്കെ ചില ആൾക്കാർക്ക് പേടിച്ച് ഓടാറൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടിച്ചും തല്ലി വീണ് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവർ ഒന്ന് പേടി എങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ശരിക്കും ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്ത ആൾക്കാരാണ് ഈ രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്നത് ഞാൻ പറയത്തുള്ളൂ. ഒരു എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് ചുമ്മാ അങ്ങനെ ചെയ്യുന്നവർ, ചില എത്തിക്സുകളുണ്ട്, അത് ഫോളോ ചെയ്യാത്ത ചില ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിന് നല്ല വശമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, നല്ല വശങ്ങളും ഉണ്ട്.
എന്നാൽ നെഗറ്റീവ് ഷെയ്ഡ്സും ഇതിലുണ്ട്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ അവർ എല്ലാവർക്കും എന്താണ് പറയുന്നത്, എല്ലാവരും ഇമോഷണലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാകണമെന്നില്ല. ചില ആൾക്കാർക്ക് ചില സിനിമകളാണ് പെട്ടെന്ന് കരയത്തില്ല, പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അതിങ്ങനെ കിടക്കും, മനസ്സിൽ കിടക്കും. ഇപ്പോൾ പക്ഷേ ഒരു മരണപ്പെട്ടു പോയതായിരിക്കാം, എന്താണെങ്കിലും ചില കാര്യങ്ങൾ അവർക്ക് നഷ്ടങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ കിടക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരിലേക്കൊക്കെയാണ് നമ്മളിത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അവരത് ബാധിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. മെൻ്റലി അവർക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെ ഒരു കുറച്ച് ഫണ്ണാക്കി എടുക്കുക, കുറച്ച് എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിലോട്ട് ആക്കി എടുക്കുക. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ മെസ്സിനെ കാണുന്നു, അതൊക്കെ രസമുള്ള കാര്യമല്ലേ. ഇപ്പം ലൈവായിട്ട് മറ്റേ തലയൊക്കെ എടുത്ത് മാറ്റുന്ന സാധനം, അല്ലെങ്കിൽ വടിവാട് വെച്ച് കുത്തി, അല്ലെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് മരിച്ചു കിടക്കുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ശവപ്പെട്ടിന്ന് എഴുന്നേറ്റ് വരുന്നു, ഇങ്ങനത്തെ കൂട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇല്യൂഷൻസ് ശരിക്കും ഇല്യൂഷൻ ട്രിക്ക് പറയാൻ പറ്റില്ല, ഒരു മജീഷ്യനും പറയാൻ പറ്റും, എങ്കിലും ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ഈ കൺകെട്ട് എന്ന് പറയുന്നില്ല, ചില ആൾക്കാർ കൺകെട്ട് ഈ കൺകെട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ ചില ആൾക്കാർ പറയുന്നില്ല, പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു അതൊക്കെ കൺകെട്ടാണ്. എന്താ ഈ കൺകെട്ടെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ അത് ഒരു തരം മാനിപ്പുലേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവിടെ, നമ്മുടെ ഒരു തോന്നൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് അവിടെ ശരിക്കും ഒരു കാര്യം പറയാമല്ലോ, നമുക്കൊരു പ്രോപ്പർ ടൈമിംഗ് ഉണ്ട്, അതിനകത്ത് പ്രോപ്പർ ടൈമിങ്, പ്രാക്ടീസ്, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ അത്രത്തോളം പ്രാക്ടീസും ടീം വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ആ ഒരു, നമുക്കിപ്പം ചില ആക്ടുകൾ കണ്ടിട്ടില്ലേ, ഒരു ബോക്സിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഒരാളെ ഇങ്ങനെ കിടത്തി ഇങ്ങനെ കുറേ വാളുകൾ കുത്തി ഇറക്കുന്നൊക്കെ എഫക്ട്സുകളൊക്കെ കണ്ടിട്ടില്ലേ. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ ടൈമിങ്, കാര്യങ്ങളെ ആ കോർഡിനേഷൻസ് ഒക്കെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അബദ്ധങ്ങൾ സംഭവിക്കും. യൂട്യൂബിലുണ്ട്, നോക്കിയാൽ മതി. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആ മജീഷ്യൻ അയാളുടെ വൈഫിനെ ആയിരുന്നു ഒരു ബോക്സിലേക്ക് ഇങ്ങനെ കിടത്തിയതിന് ശേഷം ബോക്സ് ഇങ്ങനെ 3 പീസാക്കി ഇങ്ങനെ മുറിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒരു കട്ടർ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ മുറിക്കുകയാണ്. അപ്പം ഇവിടെ മുറിച്ചു, തലയുടെ ആ ഭാഗത്ത് വന്നപ്പം ഒരു മിസ്റ്റേക്ക് നടന്നതാണ് അവിടെ മുറിച്ചു, ആളുടെ തല അങ്ങ് അറ്റുപോയി, സ്റ്റേജ് വെച്ച് തന്നെ ആൾ മരിച്ചുപോയി, വൈഫായിരുന്നു മരിച്ചുപോയി. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ പറ്റിയ അബദ്ധങ്ങൾ ഒത്തിരി ഉണ്ട്, അതിപ്പോൾ ഈ ഇൻ്റർവ്യൂ തികയില്ല, നമുക്ക് അത് അടുത്ത എപ്പിസോഡായിട്ട്. എങ്കിലും വലിയൊരു അബദ്ധം അത് ആളുകൾ അറിയാതെ പോയിട്ടുണ്ടോ? അബദ്ധങ്ങൾ നമുക്ക് ഒരുപാട് പറ്റും. അത് ശരിക്കും അങ്ങനെയാണ്. നമ്മളത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പൂച്ചയെ പോലെ മൈൻഡ് സെറ്റ് വേണം നമുക്ക്, അല്ലാതെ പറ്റൂല. എങ്ങനെ വീണാലും നമ്മൾ 4 കല്ല വീട്, അങ്ങനെയാണ് നമ്മളത്. അതിലൊരു കുറച്ച് ഫണ്ണി ആയിട്ടൊരു സാധനം പറയാം. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ, ഞാൻ +2 പഠിച്ച സ്കൂളിൽ ഒരു വാർഷികത്തിൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഞാൻ അതിനായിട്ട് വന്നു സ്കൂളിൽ പെർഫോം ചെയ്യണം. അപ്പം അന്ന് ഈ ഒരു പ്രൊഡക്ഷനുണ്ട്, ഒരു ഡോ പ്രൊഡക്ഷനുണ്ട്, ഒരു പ്രാവിനെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ആക്ട് ഞാൻ അങ്ങോട്ട് ചെയ്തപ്പം പെട്ടെന്ന് പ്രാവ് ഇങ്ങനെ ഒരു ബലൂൺ ഇങ്ങനെ എടുത്ത് അതിങ്ങനെ കുത്തിപ്പൊട്ടിച്ച പെട്ടെന്ന് പ്രാവ് വരുന്നു, അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഇതിങ്ങനെ ചെയ്ത് ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചു, ഭയങ്കര കൈഡി ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്ത് പറന്നുപോയി, ഈ പ്രാവ് പറന്നു. ഇത് പറന്ന് നേരെ ഹാളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കിടന്ന് പറക്കുക. അപ്പം ആകെ ഞങ്ങളാകെ ഇതായിപ്പോയി. എൻ്റെ അസിസ്റ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്. അപ്പം ഞാൻ അവനെ നോക്കി, പ്രശാന്ത് അവനാണ് ഞാൻ ഇങ്ങനെ നോക്കി, പ്രശാന്ത് പെട്ടല്ലോ എന്ന രീതി ഇങ്ങനെ ഐ കോൺടാക്റ്റിൽ ഇങ്ങനെ നോക്കി. അപ്പം വലിയ ഫാൻ ഉണ്ട് അതിലെ കൂടെ, എങ്ങനെ ഈ ഫാൻ ലീഫിൽ മുട്ടിക്കഴിഞ്ഞത് പോവും. ടെൻഷനായിപ്പോയി. ഞാനിങ്ങനെ അയ്യോ എന്ന രീതിയിലില്ലേ, എന്ന രീതിയിൽ എടാ പ്രാവ് എന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതാ. ഇതിങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങി പതിയെ നേരെ എൻ്റെ കയ്യിൽ വന്നിരുന്നു. എല്ലാവരും ഭയങ്കര കൈയടി. ഞാനിങ്ങനെ ഇതിപ്പോൾ എനിക്ക് ഭ്രാന്തായതാണോ മറ്റേ നാട്ടുകാർക്ക് ഭ്രാന്ത് എന്ന രീതിയിൽ ഈ അവസ്ഥയായിരുന്നു എൻ്റെത്. അപ്പം പ്രശാന്ത് എന്നെ ഇങ്ങനെ നോക്കുന്നത്, അവനിങ്ങനെ ഇതെങ്ങനെ, ഞാനും ഇതെങ്ങനെ എന്ന രീതിയിൽ. അപ്പം എല്ലാവരും ഭയങ്കര കൈയടി. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാവിനെ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ താങ്ക് യു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഒരു പ്രാവിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നേരെ അസിസ്റ്റന്റിലേക്ക് കൊടുത്തു. ഭയങ്കര കൈഡിയായിരുന്നു. മറ്റേ കൊച്ചിരാജാവ് സിനിമയ്ക്കകത്തൊരു അതുപോലൊക്കെ അങ്ങനെയൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞൊരു അബദ്ധമായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ഒരു സാധനം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് വളരാനുണ്ട്, ഒരുപാട് സ്റ്റേജുകൾ കാത്തിരിക്കുകയാണ്. അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം മനോഹരമായ കുറച്ചധികം സമയം ചെലവഴിച്ച PC കൃഷ്ണ എന്ന ഞങ്ങളുടെ പഴയ കൃഷ്ണകുമാറിന് എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. ഒത്തിരി സന്തോഷം. നന്ദി. താങ്ക് യു.